എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഗദ്ദിക 2022 ഗോത്രകല കാർഷിക വിപണന മേളയുടെ നേരാഖ്യാനങ്ങൾ ഡോക്യുമെന്ററി. ഗോത്രജനതയുടെ അറിവുകളും അനുഭവങ്ങളും കാർഷിക പ്രവർത്തനങ്ങളുമൊക്കെ പരിസ്ഥിതിയോടും പ്രകൃതിബോധത്തോടും പൊരുത്തപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ കോവിഡ് കാലത്ത് നിന്ന് ആദിവാസി ജനതയെ കരകയറ്റുന്നതിനു വേണ്ടി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച ഗദ്ദിക 2022 പാരമ്പര്യ ഗോത്രകലാ പ്രദർശന വിപണനമേള ഗോത്രജനതയ്ക്ക് ഏറെ ആശ്വാസം പകർന്നു. എറണാകുളം ഫോർഷോർ റോഡിലുള്ള ഗോത്ര പൈതൃക കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ 19-20 തീയതികളിൽ നടന്ന മേള ബഹുമാനപ്പെട്ട MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. 8 സ്റ്റാളുകളിലായി കാർഷിക കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. കൂടാതെ ഗോത്രജനതയുടെ പാരമ്പര്യ കലാരൂപങ്ങളും അരങ്ങേറി. ഗദ്ദിക 2022 എന്ന പേരിൽ നടന്ന ഗോത്രകലാ കാർഷിക വിപണനമേളയുടെ നേരാഖ്യാനങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. ഗോത്രജനതയുടെ ദുരിതം നിറഞ്ഞ കോവിഡ് കാലത്ത് നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു മേള സംഘടിപ്പിച്ചതെന്ന് മൂവാറ്റുപുഴ പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ. നമ്മുടെ കോവിഡാനന്തരം ഏറ്റവും കൂടുതൽ വിഷമതയിലായ ഒരു ജനസമൂഹമാണ് പട്ടികവർഗക്കാരിൽ. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരും പട്ടികവർഗ കലാകാരന്മാരും. അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി വീണ്ടും സജീവമാക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗോത്രകലാമേള. ബഹുമാനപ്പെട്ട കൊച്ചി മേയർ ശ്രീ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട എറണാകുളം MLA ശ്രീ TJ വിനോദ് അവർകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പട്ടികവർഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വനവിഭവങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും 8 സ്റ്റാളുകളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ കലാരൂപങ്ങളുടെ പ്രദർശനവും സൗജന്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. സ്ഥിരം വേദിയാക്കി സ്ഥിരം സംവിധാനമാക്കി മാറ്റാൻ ഉള്ളതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ചെറിയ തോതിൽ ഇവിടെ ആരംഭിച്ചത്. 2 ദിവസത്തെ നമുക്കിവിടെ വന്ന വിസിറ്റേഴ്സിൻ്റെ എണ്ണവും സ്റ്റോളുകളിലെ എൻക്വയറിയും നടന്ന ബിസിനസ്സും വെച്ച് ഇത് ഒരു വിജയമായി തന്നെ കണക്കാക്കുന്നു. എല്ലാ വിജയവും ഉണ്ടാകുന്ന രീതിയിൽ തുടർ പരിപാടികളും ആവിഷ്കരിക്കുന്നു. എറണാകുളം ജില്ല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് വരുന്നതും കേരളത്തിൻ്റെ ഒരു കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകരും ടൂറിസ്റ്റുകളുടെയും എല്ലാം ഏറ്റവും പ്രൈം ലൊക്കേഷൻ തന്നെയാണ് എറണാകുളം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഉൽപ്പന്നങ്ങൾക്കൊരു ബ്രാൻഡ് ചെയ്യുകയും നല്ലൊരു മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായി ലിങ്ക് ചെയ്ത് ക്രൂയിസ് കപ്പലിൽ വരുന്ന ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള ഹെറിറ്റേജ് ടൂറിസത്തിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ച് സ്ഥിരം സംവിധാനമായി എത്നിക് ഫുഡും അവരുടെ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാൻ സ്ഥിരം വേദിയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക ഇളവ് നൽകി സ്റ്റോളുകൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും വകുപ്പ് ചെയ്യാനുള്ള പ്രാരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തേക്കടി ടൂറിസവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും ഒക്കെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരു സ്ഥിരം വേദി അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അവിടുത്തെ റിസോർട്ടുകളിൽ വരുന്ന ഫോറിനേഴ്സിന് ഒരു നിശ്ചിത ദിവസം ഇവരെ കലാപരിപാടി ആസ്വദിക്കാം. ടിക്കറ്റുണ്ട്. അതെല്ലാം ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സുമായിട്ട് ലിങ്ക്ഡാണ്. ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. സ്ഥിരം ഇവിടെ കലാകാരന്മാർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. നമ്മൾ നിശ്ചിത ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ട് അവിടേക്ക് വിസിറ്റേഴ്സിനെ ടൂർ ഏജൻസികൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർക്ക് നല്ലൊരു വരുമാനമാകും. ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടമ്പുഴ വെള്ളാരംകുത്തൂരിലെ ഊരുമൂപ്പത്തി കൂടിയായ സുകുമാരി സോമൻ ഊരുകളിൽ നെയ്തെടുത്ത കുട്ട, മുറം കൂടാതെ കാട്ടിൽ നിന്നെടുക്കുന്ന ചെറുതേൻ, വൻതേൻ, കറിനാരങ്ങ, കുരുമുളക്, ഏലയ്ക്ക, അരിപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ്
മേളയിൽ വിൽപ്പനയ്ക്കെത്തിച്ചത്. ഇത്തരം മേളകൾ തുടർന്നും സംഘടിപ്പിച്ച് ആദിവാസികൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്ന് സുകുമാരി സോമൻ. ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എസ്ടിയുടെ സംരംഭങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിപണനം നടത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആദിവാസി ഊരുകളിൽ നെയ്യുന്ന കുട്ട, മുറം, തനതായ തേന്, കാട്ടിൽ നിൽക്കുന്ന വൻതേന്, ചെറുതേന്, അതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് വിളവെടുക്കുന്ന നാരങ്ങ, കുരുമുളക്, ഏലക്ക, പച്ചരിയൊക്കെ മേടിച്ച് നല്ല രീതിയിൽ കഴുകി ഉണങ്ങി മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ച് പാക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള പുട്ടുപൊടി, അപ്പപ്പൊടി, അതുപോലെയുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ വിപണനം നടത്തിയത്. കാട്ടിൽ നിന്ന് നിൽക്കുന്ന വൻതേനാണ്. ആ വൻതേൻ ഞങ്ങൾ കാക്കിലേക്ക് 150 രൂപ വെച്ചാണ് വിറ്റത്. അതുപോലെ ചെറുതേനാണെങ്കിലും 250 രൂപയ്ക്കാണ് കാക്കിലോ ഞങ്ങൾ വിറ്റത്. കുരുമുളക് 50 ഗ്രാമിന് 40 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ മുറത്തിന് 180 രൂപയും ചെറിയ മുറത്തിന് 100 രൂപ, ചെറിയ കുട്ടകൾക്ക് 60 രൂപ, വലിയ കുട്ടകൾക്ക് 80 രൂപ, അങ്ങനെയുള്ള വിലകളാണ് ഞങ്ങളിവിടെ ഇട്ടത്. ട്രൈബലിൻ്റെ അത് സംബന്ധിച്ച് നല്ലൊരു വിപണനമാണ് ഇവിടെ നടന്നു വന്നത്. നാളേക്കും അത് ഉപകാരപ്രദമായ രീതിയിൽ നടത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഇതിൽ കൂടുതൽ സാധനങ്ങൾ കാട്ടിൽ നിന്ന് തേന്, തെള്ളി, ഇഞ്ച അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ശേഖരിച്ച് ഇനിയും ഇതുപോലുള്ള വിപണന മേള സംഘടിപ്പിച്ച് ആദിവാസികൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ നിന്നെത്തിയ സതികുമാരി ഉൾപ്പെടെ 5 ഗോത്രവനിതകൾ പ്രധാനമായും കൂവപ്പൊടിയാണ് വിൽപ്പനയ്ക്കെത്തിച്ചത്. കുടുംബശ്രീ വഴി ലഭിച്ച കൂവപ്പൊടി യന്ത്രം ഉപയോഗിച്ചാണ് കൂവ നിർമ്മാണം. സതികുമാരി: ഞങ്ങൾ 5 പേര് കൂടിയാണ് ഈ കൂവപ്പൊടി യൂണിറ്റ് തുടങ്ങിയേക്കുന്നത്. ഞങ്ങൾക്ക് കുടുംബശ്രീ വഴി കിട്ടിയതാണത്. ജില്ലാ മിഷൻ തന്നു. കൂവ വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങളത് നല്ലതുപോലെ മണ്ണും കല്ലും എല്ലാം കളഞ്ഞ് കഴുകി അത് മെഷീനിലിട്ട് അരച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട് കലക്കി പിഴിഞ്ഞ് ആണ് എടുക്കുന്നത്. 4 ദിവസം വെച്ച് അത് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് അത് തെളിയിച്ചെടുത്ത് കഴിഞ്ഞിട്ട് 100 എടുത്ത് ഉണങ്ങാൻ വെക്കും. ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇതുപോലെ പൊടിച്ച് ഞങ്ങൾ പാക്കറ്റാക്കി കിലോയ്ക്ക് 1400 രൂപയ്ക്കാണ് ഇപ്പം ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല സെയിലിംഗ് ഒക്കെ ഉണ്ട്. 1/2 കിലോയ്ക്ക് ഞങ്ങൾ 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏലക്ക അതും ചിലവായി, പിന്നെ മഞ്ഞൾ ഉണക്കി പൊടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതും ചിലവായിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കച്ചവടം നടന്നു. തേൻ, തെള്ളി ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള തേങ്ങ അത് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ചക്കക്കുരു കിട്ടി. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ. മേളയോടനുബന്ധിച്ച് ഇടുക്കി പുളിക്കത്തൊട്ടി കളിയാട്ടം ആദിവാസി കലാസംഘം അവതരിപ്പിച്ച ഊരാളിക്കൂത്തും അരങ്ങേറി. ഊരാളിക്കൂത്തിനെക്കുറിച്ച് പട്ടയക്കുടി ഊരിലെ ഊരുമൂപ്പൻ ജയരാജൻ മാധവൻ: രാജാക്കന്മാരുടെ കാലത്ത് തൊട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ ഊരാളിക്കൂത്ത് എന്ന് പറയുന്നത്. കോവലൻ, കണ്ണകി, മാധവണ്ണ് എന്നുള്ള കഥാപാത്രങ്ങളെ മധുര പാണ്ഡി ദേശത്ത് അവർ ജീവിച്ചിരുന്ന കാലത്ത് സംഭവിച്ച സംഭവ കഥയാണ് ഇതിന് ആവിഷ്കാരമായിട്ട്. ഇതൊരു പാട്ടിലൂടെയാണ് ഈ നൃത്തം അവതരിപ്പിക്കുക. മുഴുവൻ പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുക. ഇത് അനുഷ്ഠാനവും ഉണ്ട്, രണ്ടുമുണ്ട്, വിനോദവും ഉണ്ട്. വിനോദം എന്ന് പറഞ്ഞപ്പം കൊയ്ത്തുത്സവത്തിന് എല്ലാവർക്കും മാനസികോല്ലാസമായിട്ട് ഈ നൃത്തം അവതരിപ്പിക്കണമെന്ന് അവർ കരുതുമ്പോൾ ആ നൃത്തം അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മരിച്ച് 16 അടിയന്തരം ആഘോഷങ്ങളിൽ ഇത് നടത്തും. അതുപോലെ വിഷു ദിനങ്ങളിലൊക്കെ അവർക്ക് ഇത് നടത്താറുണ്ട്. പിന്നെ സംക്രാന്തി ഇങ്ങനത്തേക്കാണ് അന്ന് അവർ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ. പിന്നെ ഇടിച്ചൂട്ട് പുത്തരി എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യം വിളവ് എടുത്തിട്ട് ആ വിളവ് ആദ്യമായിട്ട് കൊയ്ത് അതിൽ നിന്ന് ആദ്യത്തെ വിഭവം ആഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഉത്സവത്തിൽ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ കുറേ ആഘോഷങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരു ആഘോഷമല്ല, മന്നകുത്തുമായിട്ടും ബന്ധമുണ്ട്. കാരണം വെച്ചാൽ ഇത് ഏകദേശം സാമ്യത്തിലാണ് പോവുക. അതിൻ്റെ ചുവടുകളും ആദ്യകാലങ്ങളിലൊക്കെ, ഇപ്പോൾ അതൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുമായിട്ട് സാമ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ 3 വിഭാഗത്തിൻ്റെ, ഒന്ന് ഊരാളി, മുഴുവാൻ, മന്നാൻ, 3 വിഭാഗത്തിൻ്റെ ഈ കലാരൂപം ഏകദേശം ഒരുപോലെ തന്നെയാണ് പോവുക. പക്ഷേ ഇതിപ്പോൾ സമീപ ഭാവിയിൽ വിദ്യാഭ്യാസമൊക്കെ ആളുകൾ ചെയ്ത് വന്നപ്പെടുത്തുന്നു. ഇതിൽ ചെറിയ മാറ്റങ്ങളും, വേഷങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു, അലങ്കാരങ്ങളിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ആ പഴയതിൽ നിന്നൊക്കെ കുറേ മോടി പിടിപ്പിച്ച് അങ്ങനെയൊക്കെ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട്. പഴയ രീതി എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ചെയ്ത് കാണിക്കാൻ കഴിയും. വാദ്യങ്ങൾ നമ്മൾ ഇതിന് ചിലങ്കയുണ്ട്, പിന്നെ ചാലറ, പിന്നെ ചെണ്ട, പിന്നെ കിന്നീരം എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ മുളയിലുണ്ടാക്കിയെടുക്കുന്ന ഉപകരണമാണ് ഉപയോഗിക്കുക. പിന്നെ ചെണ്ട എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കുന്നതായിരുന്നു. ഇപ്പോൾ അത്തരം വൈഭവം ഉള്ള ആളുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ വാങ്ങിച്ചതാണ്
ഉപയോഗിക്കും. മത്താളം എന്നാണ് അതിന് പറയുക. ഇതിപ്പോൾ ഞങ്ങൾ ഒരു സംഘമായിട്ട് 17 പേര് വരെ വരും. ഡാൻസ് ഒരു കുറേ സ്റ്റെപ്പുകളുണ്ട്. പാട്ടിനനുസരിച്ച് ഏകദേശം 10 മിനിറ്റോളമൊക്കെയാണ് ഒരു പാട്ടിൻ്റെ ഇത് പോവുക. ആ പാട്ടിന് ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കും, അടുത്ത ഒരു പാട്ടിന് വേറൊരു സ്റ്റെപ്പാണ് ഉപയോഗിക്കുക. ആ രീതിയിൽ ഇത് എത്ര നേരം ഒരു രാത്രി വരെയൊക്കെ ഞങ്ങൾ ആടിപ്പാടി ആഘോഷിക്കാറുണ്ട്. എഴുത്തായിട്ടൊന്നുമില്ല, മുഴുവൻ വാമൊഴിയാണ്. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ താല്പര്യം കുറവുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് ശ്രമം നടത്തുന്നുണ്ട്. കുഞ്ഞു കുട്ടികളെ 10, 12, 13 വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പിള്ളേർ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ അന്യം നിന്നു പോകാതെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മത്താണക്കാരനെ വച്ചിരുന്നേ വച്ചിരുന്നു ചാവി വച്ചിരുന്നു ഞാൻ തിന്നേരം വച്ചിരിപ്പാനു ഏനന്തൻ ചെയ്താരങ്ങളവാ അടിതച്ചോം തരികണ തരി ശങ്കരാമോ പാമ്പ നല്ലതൊരു ജാതിദാന ഞങ്ങളിനവധി പെണ്ണങ്ങളെ പാമ്പ നല്ലതൊരു ജാതിദാന ഞങ്ങളിനവധി പെണ്ണങ്ങളെ താരേ രാരേ 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 പാവാട കിട്ടി കെട്ടി ഞങ്ങൾ നിരവധി പെണ്ണങ്ങളെ പാവാട ചുറ്റി കെട്ടി നിരവധി പെണ്ണങ്ങളെ താരേ നാരേ 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 കൂട്ടി ഞങ്ങൾ ഇനവധി പെണ്ണങ്ങളെ ഞങ്ങളൊരു പൊട്ടും കൂട്ടും ഞങ്ങൾ ഇനവധി പെണ്ണങ്ങളെ തിരിച്ച്
പൂയംകുട്ടിയിലെ ബിന്ദു നാണു പ്രധാനമായും കണ്ണാടിപ്പായ, രണ്ടുവരിപ്പായ കൂടാതെ മുറങ്ങളും കുട്ടകളും അടങ്ങിയ ഈറ്റ കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമാണ് വിൽപ്പന നടത്തിയത്. ഇവയ്ക്കു പുറമെ കാട്ടുതേനുമുണ്ട്. ബിന്ദു നാണു: കണ്ണാടിപ്പാ, പിന്നെ രണ്ടുവരിപ്പാ, പിന്നെ മുറങ്ങൾ, ചെറിയ കൊട്ടകൾ, ഫ്ലവർ സ്റ്റാൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ, ബബിൾസ് നാരങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസൊന്നും കുറച്ച് വിധം ഞങ്ങൾ കൊണ്ടുവന്നു. കണ്ണാടിപ്പാന്ന് പറഞ്ഞാൽ അത് പല മോഡലിൽ ഉണ്ടാക്കാം. കുമ്പത്തിൻ്റെ അകത്ത് ചുരുട്ടിയിടുന്ന സൈസുമുണ്ട്, അല്ലാതെ വലുതായിട്ടും നെയ്യാൻ പറ്റും, പിന്നെ ചെറുതായിട്ട് പുളിയെടുത്താൽ അതിനൊക്കെ നല്ല വിലയായിരിക്കും. കാരണം 2 ആഴ്ചയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ വരുമ്പോൾ അത് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിന് അത്രയും വില കൂടുതൽ. വലിയ കുഴപ്പമില്ല. കണ്ണാടിപ്പായ്ക്കാണെങ്കിൽ 1000 രൂപ വലുതിന്. അതിൻ്റെ ചെറിയ മോഡലിനാണെങ്കിൽ ടേബിൾ മെറ്റീരിയൽ പോലുള്ളതിനാണെങ്കിൽ 200 തുടങ്ങി 150. പിന്നെ തേൻ ഒറിജിനൽ തേനാണ്. ആ തേനിന് ഒരു 100 ml 90. ബബിൾസ് നാരങ്ങ ആണെങ്കിൽ ഒരെണ്ണം 30. അതുപോലെ കറി നാരങ്ങ ആണെങ്കിലും അതിന് 30 തന്നെ. തലവച്ചവാറക്കുടിയിൽ നിന്നെത്തിയ ശോഭാ ശിവൻ പ്രധാനമായും വിൽപ്പന നടത്തിയത് ചെറുതേൻ, വൻതേൻ, കാട്ടുതെള്ളി കൂടാതെ ഈറ്റ ഉൽപ്പന്നങ്ങളും. ശോഭാ ശിവൻ: വിൽപ്പന കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. വിലകള് കാട്ടുതെള്ളിക്ക് ഞങ്ങൾ 250 ഗ്രാമിന് 200 രൂപ വിലയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ആനശല്യം, അതിൻ്റെ ഇടയിലൊക്കെ പോയി ഞങ്ങൾക്ക് അത് വെട്ടിക്കൊണ്ടൊക്കെ വരണം, അല്ലാതെ പറ്റില്ല. ചെറുതേനായാലും അതുപോലെ തന്നെയാണ്. മരത്തിൽ നിന്ന് ഞങ്ങൾ വെട്ടി ഇറക്കി കൊണ്ടുവരുവാണ്. പിന്നെ പനമ്പ് ആനശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെട്ടാൻ പറ്റില്ല, എന്നാലും പോലും ഞങ്ങൾ വിറ്റ് വെട്ടി അളിയെടുത്ത് പനമ്പ് നെയ്ത് എല്ലാം പ്രൊഡക്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാൾ കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത്രയും വിറ്റ് പോയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മേളയിൽ കലാനാട്ടുകൂട്ടം കളമശ്ശേരിയുടെ നാടൻപാട്ടും അരങ്ങേറി. പ്രധാന പാട്ടുകാരനായ ഉണ്ണി വൈപ്പിൻ: നാടൻ പാട്ടുകളെല്ലാം തന്നെ അജ്ഞാത കർത്തൃകങ്ങളാണ്. ഇവ രചിച്ചവർ പണ്ഡിതന്മാരല്ല. നമ്മുടെ പൂർവികർ വയലോരങ്ങളിലും മലമുകളിലും തൊഴിൽ ചെയ്യുന്ന കാഠിന്യം കുറക്കുവാൻ വേണ്ടി വായ്ത്താരികൾ ഉണ്ടാക്കി അവർ ഓരോ പാട്ടിന് ഈണം നൽകി. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത്. വാഴ്വും കലയും വേറിട്ട് കരുതാത്തവരുടെ വായ്മൊഴികളിൽ നിന്ന് പകർന്നും ചോർന്നും കിട്ടിയ വായ്മൊഴി പിറവികൾ. മണ്ണും മനസ്സും മാനവും തെളിഞ്ഞ് കരുണയും കലാപവും അധ്വാനത്തിൻ്റെ താളവും നിറച്ച് പ്രപഞ്ചത്തോട് കണ്ണിചേർന്ന പാട്ടുകൾ. ആളും വാളുമായി പാട്ടിൻ്റെ കറുത്ത പക്ഷത്ത് നിൽക്കുന്ന ഗോത്രമൊഴികൾ. ഊരുപൊലിയാൻ, ഉലകം പൊലിയാൻ, മണ്ണും മനസ്സും ഉണർന്നു പൊലിയാൻ, ഇണങ്ങിപ്പോയ തെറ്റുകൾ ഇണക്കിയെടുക്കാൻ ഉമിനീറുറയാത്ത പെറ്റമ്മയും പോറ്റമ്മയും ഉണർന്നു പൊലിയാം. നമുക്ക് ഈ ബലിമനസ്സുകളെ പൊലിച്ചുകൂട്ടാം. എൻ്റെ അച്ഛൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്, എൻ്റെ അമ്മ ലാടിയ ലാട്ടവും കണ്ടും പാടിച്ചോരാണ്.
എൻ്റെ അച്ഛൻ പാടിയ പാട്ട് കേട്ടും പഠിച്ചോരാണ്, എൻ്റെ അമ്മാലാടിയലാട്ടോ കണ്ടും പഠിച്ചോരാണ്. ആദിവാസി ജനതയുടെ കാർഷിക കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്തുവാനും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗദ്ദിക 2022 എന്ന ഗോത്രമേള ഏറെ സഹായകരമായി. സർക്കാർ ഉടമസ്ഥതയിലുള്ള എറണാകുളം ഫോർഷോർ റോഡിലുള്ള ഗോത്ര പൈതൃക കേന്ദ്രം ആദിവാസി ജനതയ്ക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരിടമായി മാറുകയാണ്. ഗോത്ര ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും ഒരു സ്ഥിരം വേദിയായി ഈ കേന്ദ്രം മാറിയാൽ അത് ടൂറിസം മേഖലയ്ക്കും ആദിവാസി ജനതയ്ക്കും നാടിനും ഏറെ ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഗദ്ദിക 2022 ഗോത്രകല കാർഷിക വിപണന മേളയുടെ നേരാഖ്യാനങ്ങൾ ഡോക്യുമെന്ററി ഇവിടെ പൂർണ്ണമാകുന്നു. കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം ബാലനാരായണൻ, സഹകരണം CV സാബുജി. कोरोना वायरस के खतरे से बचते हुए फसल की कटाई, बिक्री, खरीद, नई फसल की जुताई और बुआई सुरक्षित हो सकती है अगर हम लगातार हाथों को साबुन और साफ पानी से नियमित अंतराल पर धोते रहें। नाक, मुंह को मास्क, गमछे या कपड़े से ढक कर रखें। आंख, कान, नाक, मुंह न छुएं। आपस में 2 गज की दूरी बनाए रखें। मास्क और 2 गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम 2 गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഹൈ 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 ഹൈ